ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഭരണഘടനയുടെ ശക്തി ഉൾക്കൊണ്ട് നീതി ഉറപ്പാക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു. ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ കോംപ്ലക്സ് 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നടന്നു. കണ്ടെയ്നറുകൾ കൂട്ടിയിടിച്ച് ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ശനിയാഴ്ച പുലർച്ചെ 4:30 ചാലക്കുടി മുരുങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് അപകടം. പാലിയേക്കരയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. നാളികേരം കയറ്റിയ ലോറിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഭരണഘടനയുടെ ശക്തി ഉൾക്കൊണ്ട് നീതി ഉറപ്പാക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ കോംപ്ലക്സ് 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 6 നിലകളുടെ സ്ട്രക്ചർ ജോലികളാണ് 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ 2ാമത്തെ നീതിന്യായ സമുച്ചയമായി മാറാനൊരുങ്ങുന്ന ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 64 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കാണ് 2ാം ഘട്ടത്തിൽ തുടക്കമാവുന്നത്. 29.25 കോടി രൂപയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചാണ് 2ാം ഘട്ട നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. 1,68,555 ചതുരശ്ര അടിയിൽ 7 നിലകളിലായി 10 കോടതികളും അനുബന്ധ സൗകര്യങ്ങളും 100 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അടങ്ങുന്ന വിധത്തിലാണ് കോടതി സമുച്ചയം പൂർത്തിയാകുന്നത്. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് PP സൈദലവി അധ്യക്ഷത വഹിച്ചു. MLA മാരായ KK രാമചന്ദ്രൻ, ET ടൈസൺ, മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, ഡിസ്ട്രിക്ട് സെക്ഷൻ ജഡ്ജ് N വിനോദ് കുമാർ, അഡ്വക്കേറ്റ് ജിഷ ജോബി, അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഡ്വക്കേറ്റ് VS ലിയോ, KC ഷാജു, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിജി തുടങ്ങിയവർ സംസാരിച്ചു. 6 നിലകളുടെ സ്ട്രക്ചർ ജോലികളാണ് 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. 7ാം നിലയുടെ നിർമ്മാണവും ഇതടക്കമുള്ള എല്ലാ നിലകളിലെയും ഇലക്ട്രിക്കൽ ജോലികൾ അടക്കമുള്ള ഫിനിഷിംഗ് പ്രവൃത്തികളും 2ാം ഘട്ടത്തോടെ പൂർത്തിയാവും. എല്ലാ നിലകളിലും ഭിന്നശേഷി സൗഹൃദ ശുചിമുറികളും ഉണ്ടായിരിക്കും. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. കേരളത്തിൽ നാടകങ്ങൾക്ക് സ്ഥിരവേദികൾ ഒരുക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കേരള സംഗീത നാടക അക്കാദമി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം നാടകവേദികളിലൂടെ നാടക കലാകാരന്മാർക്ക് സ്ഥിരമായി നാടകാവതരണം നടത്തുന്നതിനും ആസ്വാദകർക്ക് ആസ്വദിക്കുന്നതിനുമുള്ള വേദിയായി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. തോപ്പിൽ ഭാസിയുടെ പേരിൽ കായംകുളത്ത് നാടകത്തിനായി ഒരു സ്ഥിരം വേദിയുടെ നിർമ്മാണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. വരും വർഷത്തിൽ അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റ് നടത്തണമെന്നാണ് സർക്കാർ ആഗ്രഹം. ലോകത്തിനു മുന്നിലേക്ക് കേരളത്തിന്റെ കലാരൂപങ്ങൾ എത്തിച്ച് ലോകത്തെ ഒരുമപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ നടക്കുന്ന ഏറ്റവും അധികം ഊർജ്ജം പകരുന്ന കലാസംഗമമാണ് ഇറ്റ്ഫോക്ക് എന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വേദിയിൽ ഫെസ്റ്റിവൽ ബുക്ക്, ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ, ബാഗ് എന്നിവ മന്ത്രി സജി ചെറിയാൻ പ്രകാശനം ചെയ്തു. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി ഫെസ്റ്റിവൽ ബുക്ക്, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ N മായ ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ, കേരള ലളിതകലാ അക്കാദമി മുരളി ചീരോത്ത് ഫെസ്റ്റിവൽ ബാഗും മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. സിനിമാ താരം രോഹിണിയിൽ നിന്നും ഫെസ്റ്റിവൽ ടീഷർട്ട് കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ PR പുഷ്പവതിയും ഏറ്റുവാങ്ങി. പാലസ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ സംഗീത നാടക അക്കാദമി ചെയർമാനായ വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരവും സാമൂഹ്യ പ്രവർത്തകയുമായ രോഹിണി മുഖ്യാതിഥിയായി. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ N മായ, ഫെസ്റ്റിവൽ ഡയറക്ടർ B അനന്തകൃഷ്ണൻ, നാടക പ്രവർത്തകൻ MK റൈന, കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത്, കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ PR പുഷ്പവതി, ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ TR അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, തൃശൂർ. കണ്ടെയ്നറുകൾ കൂട്ടിയിടിച്ച് ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ശനിയാഴ്ച പുലർച്ചെ 4:30 ചാലക്കുടി മുരുങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് അപകടം. എറണാകുളം ഭാഗത്തു നിന്നും തമിഴ്നാട് തിരുപ്പൂരിലേക്ക് കോട്ടണുമായി പോയ കണ്ടെയ്നർ ട്രെയിലർ തൊട്ടുമുമ്പിൽ സഞ്ചരിക്കുകയായിരുന്ന മറ്റൊരു ട്രെയിലറിൽ ആണ് ഇടിച്ചത്.
വാഹനത്തിൻ്റെ ഡ്രൈവർ കൊല്ലം സ്വദേശിയായ ബേബി ക്യാബിനുള്ളിൽ കുടുങ്ങിയിരുന്നു. ഡ്രൈവറെ പുറത്തുനിന്ന് കാണാൻ കഴിയാത്ത വിധം ക്യാബിൻ ഞെരിഞ്ഞമർന്നിരുന്നു. വിവരമറിഞ്ഞെത്തിയ ചാലക്കുടി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഹൈഡ്രോളിക് സ്പൈഡർ, ഹൈഡ്രോളിക് റാം എന്നിവ പ്രവർത്തിപ്പിച്ച് ലോഹഭാഗങ്ങൾ അകത്തുകയും ചെയിൻ, ബ്ലോക്ക്, അയൺ റോപ്പ് എന്നിവ ഉപയോഗിച്ച് ക്യാബിൻ കെട്ടിവലിക്കുകയും ചെയ്തു. ഇരുകാലുകളും ഒടിഞ്ഞു തൂങ്ങി ഗുരുതരമായി പരിക്കേറ്റ ആളെ അരമണിക്കൂർ കൊണ്ട് വളരെ ശ്രമകരമായി സേനാംഗങ്ങൾ പുറത്തെടുത്തു. ഇയാളെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി രമേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ AV രജു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ VR രജീഷ്, AS അതുൽ, രോഹിത് K ഉത്തമൻ, ഹോംഗാർഡ് KP മോഹനൻ, PT ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മീഡിയ ടൈം, ചാലക്കുടി. പാലിയേക്കരയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. നാളികേരം കയറ്റിയ ലോറിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. 50 കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയടക്കം 2 പേർ പിടിയിലായി. പാലിയേക്കരയിൽ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തിയ 1750 ലിറ്റർ സ്പിരിറ്റ് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. പ്രതികളായ പാലക്കാട് സ്വദേശി ശ്രീകൃഷ്ണൻ, തമിഴ്നാട് സ്വദേശി കറുപ്പസ്വാമി എന്നിവരെ പിടികൂടി. പൊള്ളാച്ചിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കാണ് സ്പിരിറ്റ് കടത്തിയതെന്ന് പ്രതികൾ പറഞ്ഞു. 35 ലിറ്ററിന്റെ 50 കന്നാസുകളിലായി സൂക്ഷിച്ച സ്പിരിറ്റിന് മുകളിൽ തേങ്ങ കൊണ്ട് മറച്ചാണ് സ്പിരിറ്റ് കടത്തിയിരുന്നത്. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പിടികൂടിയ സ്പിരിറ്റ് ഇരിങ്ങാലക്കുട എക്സൈസ് വിഭാഗത്തിന് കൈമാറി. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ T അനിൽകുമാർ, സ്ക്വാഡ് അംഗങ്ങളായ സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ TR മുകേഷ് കുമാർ, S മധുസൂദനൻ നായർ, KV വിനോദ്, RG രാജേഷ്, പ്രിവന്റീവ് ഓഫീസർ ST സുനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MM അരുൺകുമാർ, മുഹമ്മദ് അലി, ബസന്ത് കുമാർ, രജിത് R നായർ, സുബിൻ, വിശാഖ്, ടോമി, എക്സൈസ് ഡ്രൈവർമാരായ രാജീവ്, വിനോദ് ഖാൻ സേട്ട് എന്നിവർ ചേർന്നാണ് സ്പിരിറ്റ് പിടികൂടിയത്. മീഡിയ ടൈം, തൃശൂർ. ആലുവ കുട്ടമശ്ശേരിയിൽ വീട് കുത്തി തുറന്ന് മോഷണം. 18 പവനും 12,500 രൂപയുമാണ് മോഷ്ടാക്കൾ കവർന്നത്. വൈകിട്ടോടെ വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്താണ് മോഷണം. പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലുവ കുട്ടമശ്ശേരി ചെങ്ങനാലി മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 18 പവനും 12,500 രൂപയും മോഷ്ടാക്കൾ കവർന്നു. ബൈക്കിലെത്തിയ 2 പേർ വീടിന്റെ വാതിൽ കുത്തി തുറക്കുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. വീടിന്റെ പിന്നിലെ ഗ്രില്ലും കതകും കമ്പിപ്പാര ഉപയോഗിച്ച് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. വൈകിട്ടോടെ വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്താണ് മോഷണം. ഇന്ന് രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. വീട്ടിൽ ആരുമില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് മോഷ്ടാക്കൾ അകത്തേക്ക് കയറിയത്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, ആലുവ. തൃശൂർ ചേലക്കരയിൽ വീണ്ടും മോഷണം. പാഞ്ഞാൾ പൈങ്കുളം ഉണ്ണിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. സമാന രീതിയിൽ 2 ദിവസം മുമ്പ് ചേലക്കര വെങ്ങാലൂർ ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്രത്തിനടുത്തുള്ള കടവിൽ രാവിലെ കുളിക്കാനെത്തിയ പ്രദേശവാസികളാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. ക്ഷേത്രത്തിനരികിലെ തിടപ്പള്ളിയിൽ സൂക്ഷിച്ച 3 ഓട്ടുരുളി, നിലവിളക്ക് എന്നിവയാണ് കളവ് പോയത്. തിടപ്പള്ളിയുടെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ക്ഷേത്രം പൂജയ്ക്ക് ഉപയോഗിക്കുന്ന 80,000 രൂപയോളം വരുന്ന ഉപകരണങ്ങൾ കളവുപോയി. സമാന രീതിയിൽ 2 ദിവസം മുൻപ് ചേലക്കര വെങ്ങാലൂർ ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. ഇന്നലെ തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. എടമുട്ടം കരയാമുട്ടം സ്വദേശി പുതിയ വീട്ടിൽ ബഷീറിന്റെ മകൻ അസ്ലമിന്റെ മൃതദേഹമാണ് ഇന്നലെ 2:45 കണ്ടെത്തിയത്. സംഭവം നടന്ന സ്ഥലത്തു നിന്നും അല്പം പടിഞ്ഞാറ് ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടത്. കരയിലെത്തിച്ച ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തളിക്കുളം കൈതക്കൽ ദാറുൽ മുസ്തഫയിലെ +1 വിദ്യാർത്ഥിയാണ് അസ്ലം.
ഇന്നലെ രാവിലെ കൂട്ടുകാരുമൊത്ത് കടപ്പുറത്ത് കളിക്കാനെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. ശ്രീനാരായണപുരം കോതപറമ്പിൽ വീടാക്രമിച്ച യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കോതപറമ്പ് സ്വദേശി കുറുപ്പശ്ശേരി വീട്ടിൽ 30 വയസ്സുള്ള വിഷ്ണുപ്രസാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ജനുവരി 29 പുലർച്ചെയായിരുന്നു സംഭവം. കോതപറമ്പ് കടവിൽ പടയോടി ലക്ഷ്മണന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലക്ഷ്മണന്റെ മകൻ സജീഷിനെ ആക്രമിക്കുകയും ബുള്ളറ്റ് തീവച്ച് നശിപ്പിക്കുകയുമായിരുന്നു. വീടിനകത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയും ചെയ്തിരുന്നു. അയൽപ്പക്കത്തെ വീട്ടിലെത്തി ബഹളം വെച്ചതിനെ സിജീഷ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിലായിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ സമ്മേളനം പ്രകടനത്തോടും പൊതുസമ്മേളനത്തോടെയും ചാലക്കുടിയിൽ സമാപിച്ചു. ആനമല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ടൗൺ ചുറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിനു മുന്നിൽ പ്രകടനം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടന്റ് എഡിറ്റർ ഡോക്ടർ അരുൺ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ്, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, കൗൺസിലർ നിത പോൾ, ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, COO സംസ്ഥാന പ്രസിഡന്റ് KV രാജൻ, വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ, KCCL ചെയർമാൻ K ഗോവിന്ദൻ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, KCCL MD സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി PK ആന്റണി, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, കേരള വിഷൻ MD ജയപ്രകാശ്, KCCL ഡയറക്ടർ BP ബിജു, CA ബൈജു എന്നിവർ സംസാരിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഫെബ്രുവരി 11 ഞായറാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രാത്രി 8-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പിൽ ഈശാനൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കും. ഫെബ്രുവരി 20 വരെയാണ് ഉത്സവാഘോഷം. എല്ലാ ദിവസവും വിളക്കെഴുന്നള്ളിപ്പ്, ദീപാരാധന, കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. 16-ന് ഉത്സവ ബലിദർശനം, 18-ന് ഉത്സവ ബലിദർശനം, ലക്ഷദീപം, 19-ന് പഞ്ചാരിമേളം, ആനയൂട്ട്, പള്ളിവേട്ട, 20-ന് ആറാട്ട് സദ്യ, കൊടിയിറക്കം, ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് കഞ്ഞി വിതരണം, മേജർ സെറ്റ് പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിങ്ങനെയാണ് പരിപാടികൾ. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ PR ഹരിദാസ്, C കൃഷ്ണകുമാർ, KP മുരളീധര മാരാർ, N ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. സമൂഹത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കൊരട്ടി SHO BK അരുൺ, ഫാദർ ഡേവിസ് ചിറമേൽ എന്നിവർക്കായി കൊരട്ടി പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരമൊരുക്കി. MLA സനീഷ് കുമാർ ജോസഫ് സ്നേഹാദരം ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് SHO BK അരുണിനും ഫാദർ ഡേവിസ് ചിറമേലിനും ഉപഹാരങ്ങൾ സമർപ്പിച്ചു. കൊരട്ടി ദേവാലയ വികാരി ഫാദർ ജോസ് ഇടശ്ശേരി, ആൻഡോ പെരേപ്പാടൻ, വർക്കിംഗ് ചെയർമാൻ രാജൻ തോമസ്, KN വേണു, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ടൂരുമടത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുനിത MS, പ്രിൻസി ഫ്രാൻസിസ്, സുന്ദരൻ പരങ്കൂട്ടത്തിൽ, KC ഷൈജ, ഷൈനി ഷാജി, ജെയ്നി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സാഹിത്യ അക്കാദമി ഫോക്ലോർ പുരസ്കാരം നേടിയ അന്നനാട് രാമചന്ദ്രന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. MLA സനീഷ് കുമാർ ജോസഫ് അവാർഡ് നൽകി പൊന്നാട അണിയിച്ചു. ബൂത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് തോമസ് I കണ്ണത്ത്, പഞ്ചായത്ത് അംഗം മോളി തോമസ്, ജോസ് ആലപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. ഇരിഞ്ഞാലക്കുട സിറ്റിസൺസ് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി നിക്ഷേപക സദസ്സ് നടത്തി. സദസ്സിന്റെ ഉദ്ഘാടനവും നിക്ഷേപകർക്ക് FD റെസീപ്റ്റിന്റെ വിതരണോദ്ഘാടനവും നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് KR വിജയ നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. MT വർഗീസ്, സുരേഷ് ബാബു കല്ലിങ്ങപ്പുറം, ഷാജൻ കണ്ടംകുളത്തി, M അനിൽകുമാർ, VT ഡേവിസ്, ഷിജി റോമി, ജയൻ അരിമ്പ്ര, VN കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ കുന്ന് ശ്രീ ചൊവ്വനേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ഉച്ചാൽ മഹോത്സവം ഇന്നും നാളെയുമായി ആഘോഷിക്കുന്നു. ഞായറാഴ്ച രാവിലെ പ്രമോദ് കലാഗ്രാമത്തിന്റെ നേതൃത്വത്തിൽ
വാദ്യമേളങ്ങൾ, വൈകിട്ട് ദീപാരാധന, പ്രസാദൂട്ട്, രാത്രി എഴുന്നള്ളിപ്പ്, പുലർച്ചെ 2-ന് കാളകളി, സാംബവ നൃത്തം എന്നിവയുടെ ചടങ്ങുകൾ സമാപിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ജയ്ജു വിശ്വംഭരൻ, രക്ഷാധികാരി ഷാജു മഠത്തിൽ, പ്രസിഡന്റ് വിനോദ് കൊള്ളിപ്പളപ്പിൽ, സെക്രട്ടറി അജീഷ് തേറുപാടം, KP സന്തോഷ്, കൺവീനർമാരായ സുനിൽ മാണിക്യൻ, അജിത് കൃഷ്ണൻ എന്നിവർ നേതൃത്വം വഹിക്കും. കൊടകര FHCയുടെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ്രൂസ്, വൈസ് പ്രസിഡന്റ് KG രജീഷ്, വാർഡ് മെമ്പർ സജനി സന്തോഷ്, ആശാ വർക്കേഴ്സ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ വിനോദയാത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഡോക്ടർ കവിത തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് കുറുമാലിയിൽ പാടത്ത് വൻ തീപിടുത്തം. സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഓട്ട് കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന ഉപയോഗശൂന്യമായ കാറുകളിലേക്ക് തീ പടർന്നു. വാഹനങ്ങളുടെ പാർട്സുകൾ കത്തിനശിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു സംഭവം. പാടത്ത് നിന്ന് തീ സമീപത്തെ ഓട്ട് കമ്പനിയിലേക്ക് പടരുകയായിരുന്നു. റെയിൽപാളത്തിന് തൊട്ടരികെ വരെ തീ പടർന്നത് ആശങ്കയുണ്ടാക്കി. പുതുക്കാട് നിന്ന് 2 യൂണിറ്റും ചാലക്കുടിയിൽ നിന്ന് 1 യൂണിറ്റും അഗ്നിരക്ഷാസേനയെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഭരണഘടനയുടെ ശക്തി ഉൾക്കൊണ്ട് നീതി ഉറപ്പാക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കണമെന്ന് മന്ത്രി R. ബിന്ദു. ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ കോംപ്ലക്സ് 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം നടന്നു. കണ്ടെയ്നറുകൾ കൂട്ടിയിടിച്ച് ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ശനിയാഴ്ച പുലർച്ചെ 4:30 ചാലക്കുടി മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് അപകടം. പാലിയേക്കരയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. നാളികേരം കയറ്റിയ ലോറിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.